കണ്ടോ ഏരിയ വണ്ടികളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങി. നമ്മുടെ ബാക്കിൽ ഒരാളുണ്ട് നമ്മളെ നോക്കാൻ വേണ്ടി, ഫ്രണ്ടിൽ ലീഡിൻ്റെ ഒരാളുണ്ട്. മൊത്തം നമ്മൾ നോബീസ് ഒരു 4 ബൈക്കാണുള്ളത്. ആശാനൊക്കെ ടയർഡാകുമ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്. മറ്റേ ഒരു പടത്തിനകത്തില്ല ഓരോ അരിമണി മറ്റേ പെറുക്കി എടുത്ത് തരട്ട് ഇങ്ങനെ വെള്ളം കുടിക്കില്ല. ആ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കണേ. ബിസ്ക്കറ്റ് ഉണ്ട്, കാണുന്നുണ്ട് ഒരു ബിസ്ക്കറ്റ് അല്ല മറ്റേ സാധനം കഴിച്ചില്ലേ. പതുക്കെ 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 പോട്ടെ 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 നിർത്തി നിർത്താം. ഓൾഡേ 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 സ്റ്റക്കായി എന്ന് പറഞ്ഞില്ല ആശാന്റെ വണ്ടി. അത് എപ്പോഴും സ്റ്റക്കായി തന്നെ നടക്കട്ടെ. ഒരു വണ്ടി മേടിച്ച് സ്റ്റക്കായി കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഡേഞ്ചർ തോന്നില്ല. പക്ഷെ ഫുള്ളി ഇരുന്ന് പോയി. കാരണം ചൂട് കാരണം ഫുള്ള് എന്താ വെച്ചാൽ ചൂട് കാരണം ഭയങ്കര സോഫ്റ്റായി കൊണ്ടിരിക്കുകയാണ് മണല്. അത് കാരണം ഈ ഇരുന്ന് പോയി. കുറേ തവണ നമ്മൾ കയറ്റാൻ ശ്രമിച്ചപ്പോൾ ഇരുന്ന് പോയി. ഡയറക്റ്റ് വലിച്ചിട്ടും കയറുന്നില്ല. കാരണം സെൻറ്ററിൽ ഫുള്ള് മണ്ണ് കയറി. ഈ വണ്ടി സ്റ്റക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം പിടിച്ച് വലിക്കുക. അതിൻ്റെ റോപ്പ് നമ്മൾ കുറച്ച് അയക്കാൻ ബുദ്ധിമുട്ടി. ലാസ്റ്റ് നമ്മളത് അയച്ചെടുത്തിട്ടോ. അവിടെ നിന്നെല്ലാം റോപ്പ് അയച്ചെടുത്തു. ഈ വണ്ടിനെ റിക്കവർ ചെയ്തിട്ട് വേണം അടുത്ത വണ്ടി റെഡിയാക്കാൻ. ചൂട് കാരണം നല്ല സോഫ്റ്റായി തുടങ്ങി. ഒട്ടും വരുന്നില്ല അപ്പോൾ വണ്ടി വലിച്ചിട്ട് ഫുള്ള് സ്റ്റക്കായി. അധികം ഫോഴ്സിൽ കൊടുക്കാനും പറ്റൂല. ആ റോപ്പ് കുത്തിയടിക്കും. ഒരു 5 കൊടുക്കാനേ പറ്റുള്ളൂ. സ്റ്റക്കായുള്ളതാ ലൈഫിൽ അഡ്വഞ്ചറാണ് ഇതൊക്കെയാണ്. ആശാന്റെ വണ്ടി നമ്മൾ റിക്കവർ ചെയ്തുകൊണ്ട് കേട്ടോ. പതുക്കെ ആയിവാ സ്ലോ ആക്കി ഇറക്കിക്കോ. സെറ്റ് വരെ പൊളി. ആശാങ്കരുണ്ട് കേട്ടോ. ആശാൻ ഞങ്ങോട്ട് ഇതാക്കാൻ പോവാണ്. പുള്ളി വലിച്ചിട്ട് അവിടെ കയറ്റിട്ട് ഫ്രീ ആയി കൊടുത്തു. ട്രാക്ക് ഫ്രീ ആയി കൊടുത്തു. ഇങ്ങനെ ചെയ്യണം എപ്പോഴും. ഇതാണ് അവരുടെ വണ്ടി. പൊളിട്ടോ. എല്ലാവരുടെയും കൂട്ട പരിശ്രമത്തോടു കൂടി സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഞാൻ അടുത്ത എവിടെയും സ്ഥലത്ത് കൊടുക്കുമ്പോൾ നോക്കാം. ആശാൻ അതൊക്കെ ഇറങ്ങണം ഇവിടുന്ന്. ഞാൻ അടുത്ത സ്ഥലത്ത് കൊടുക്കുമ്പോൾ കാണാം. അയ്യോ കൊടുക്കാതിരിക്കട്ടെ. സ്ട്രൈറ്റ് പിടിച്ചാൽ സ്റ്റിയറിങ് സ്ട്രൈറ്റ്. പതുക്കെ ക്രോസ് ചെയ്യുക. ഫുൾ ക്രോസ് ചെയ്തിട്ട് ഒരു 75% ക്രോസ് ചെയ്തതിനു ശേഷം നമ്മൾ ബ്രേക്ക് ചെയ്യും. സംശയം സ്റ്റക്കാണ് വൈ നമ്മൾ പോണത് അങ്ങനെ ഇരിക്കണം. അത് ലേൺ ചെയ്യണ്ടേ. നമ്മുടെ കൂടുതലൊരു വണ്ടിയും കൂടെ സ്റ്റക്കായിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫ്ലിപ്പായി. ബ്രേക്ക് അടിച്ചോ ഫ്ലിപ്പായി. പിന്നെ ആക്സിലേഷൻ കൊടുത്തപ്പോൾ തിരിഞ്ഞു പോയി. ലൈവ് അല്ല വ്ളോഗാ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഫുൾ പവർ ആട്ടോ. ഒരു രക്ഷയില്ല. ടിൻ ടർബോണ് വണ്ടി. വേറെ ലെവലാണ്. പക്ഷേ സെൻറ്ററിൽ മണ്ണ് കയറിയാകുമ്പോൾ അതായത് ഇവിടെ ആശാൻ്റെ അപ്പുറത്തൊരു വണ്ടി ഉണ്ട്. ഇവിടെ റാംഗ്ലർ ഉണ്ട്. അപ്പുറത്ത് ഈ പൊന്തേൻ്റെ അപ്പുറത്ത് ആശാൻ്റെ വണ്ടി ഉണ്ട്. പെട്രോൾ ഉണ്ട്. ലാൻഡ് ക്രൂയിസർ ഒരേ പൊളി. ആയിവാ പതുക്കെ ആയിവാ പൊളി ഒരേ പൊളി. ആശാൻ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ എടുത്തിട്ട് ഈ ട്രാക്ക് കൂടി എടുത്ത് അവിടെ നിർത്തും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ടീം പോയിട്ട് ഇവിടെ നിന്ന് എടുത്ത് അവരെ ഫോളോ ചെയ്ത് പോകും.
ഞാൻ ഇനി കുറച്ച് മൊബൈലിൽ വീഡിയോ എടുക്കാം. ഉള്ളിലത്തെ ഒരു വിഷ്വൽ ഗോപ്രോയിൽ അവിടെ റെക്കോർഡാവുന്നുണ്ട്. മൈക്കൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടോ പിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട്. ഇതവിടെ മരണ ഡ്രൈവിങ്ങിലാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ഏരിയ ആണ് ആക്ച്വലി. കാരണം എന്താ വെച്ചാൽ ഭയങ്കര കട്ടറാണ്, ഭയങ്കര കുത്തനെ. ഇവിടെ നിന്ന് അധികം അഭ്യാസം എടുത്ത് കഥ പറയാന്ന് വായിൽ കഥകളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ജീവൻ പണയിച്ച് പിടിച്ചിരിക്കും, അള്ളി പിടിച്ചിരിക്കട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല വിഷ്വല്. നല്ല കുത്തനെയാണ്. അപ്പോൾ പെട്ടെന്നാണ് കുത്തനെ വരിക. നമുക്ക് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല ഓരോ സംഭവങ്ങളും. അപ്പോൾ അങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ആയ സംഭവം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ്. ഇത് ശരിക്കും നല്ല ഒരു ബ്രെയിനിന് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ആക്ച്വലി. നല്ലതാണ്. നമ്മൾ ടെക്നിക്കലി ആൾക്കാർക്ക് ഇത് കുറച്ച് ബെറ്ററാണ്. അതൊക്കെ കൊടുത്ത് അതെ കൊടുത്തെടുത്തു. ജോസഫും വണ്ടി എടുത്താന്ന് മാത്രമല്ല ഫാരിസും കാരണക്കാരൊക്കെ നിർബന്ധിക്കുന്നില്ല. കാരണം ഡ്യൂൺസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്രാഡസ്റ്റൊക്കെ ആയിട്ടോ. ഭയങ്കര കുത്തനല്ല ഡൂണാണ്. ഈ കാണുന്നത് നല്ല കുത്തനുള്ള ഡൂണാണ് കേട്ടോ. അത് നമ്മുടെ അവിടെ ഒരു കൂടുതൽ നേരത്തെ സ്റ്റക്കായുള്ള ജസ്റ്റ് ഒന്ന് സ്റ്റക്കായിട്ട് ഇപ്പോൾ ആൾ റിവേഴ്സ് എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പവർ ലോസ് ഒന്ന് സ്റ്റക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫോഴ്സ് കീപ്പ് ചെയ്തില്ലേ അജിത് ബ്രോ, ഈ PSI ചെക്ക് ചെയ്യണോ കുറയ്ക്കണോ? എന്താ നമ്മള് ഈ ഡ്യൂണ്ടപ്പുറത്തേക്ക് ഇനിയിപ്പോ PSI കുറയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ അടിക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ. നേരെ തന്നെ എടുത്തോ. നേരെ അങ്ങോട്ട് തന്നെ പോയിക്കോ. ട്രാക്ക് ഉണ്ടല്ലോ അവിടെ. നേരെ മാരെ കണ്ടോ, ഒരു രക്ഷയില്ല. കറങ്ങടിച്ച് പോണ ഇത് അത്യാവശ്യം നല്ല കുത്തനെട്ടോ. നല്ല കുത്തനെട്ടോ. ചാക്കോച്ചനെ എടുത്തോട്ടോ. ട്രയൽ വെക്കാം. ഞാൻ ഇവരെ അങ്ങോട്ട് കൊണ്ടുവരാൻ വന്നതാ. എടുത്തോ, ട്രൈ ചെയ്തോ. ഇവിടെ ഒരു എക്സോസ്റ്റ് എടുക്കണോ. പുള്ളിക്ക് ആ എക്സോസ്റ്റ് എടുക്കണം നമ്മളതാണോ. രണ്ട് കൈ കൊണ്ട് സംസം കാണിക്കുന്നു. പെഡൊന്നുമില്ല. ഒരു തഞ്ചത്തിലോ രണ്ടാളും മാറി, ഡ്രൈവർ മാറിട്ടോ. അല്ല ആണോ? ഞാൻ കേറുന്നില്ല. താഴത്തേക്ക് വരുമ്പോ ശ്രദ്ധിക്കണം. വണ്ടി തിരിക്കുമ്പോ സ്പീഡ് എടുക്കാൻ പറയണോ റെക്കോർഡ് ചെയ്യാനായിട്ട്? ആള് വീണ്ടും കയറുകയെന്ന് പറയണത്. ഒന്ന് അങ്ങനെയാണെന്നുണ്ടെ അടിപൊളി വീഡിയോ കിട്ടുമോ നമുക്ക്. ആള് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടോ. നല്ല ഫോഴ്സിൽ മൂവ് ചെയ്ത് തുടങ്ങിയ ടിൻ ടർബാണ്. സെക്കൻഡ് റങ്ക് ആകുമ്പോൾ ഇപ്പോൾ പവർ ആകുമ്പോൾ ഒരു രക്ഷയില്ലട്ടോ. അത് ശരിക്കും സ്ലൈഡിങ് ഏരിയയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത്. ഓ മാരകം. ഇറങ്ങുമ്പോൾ ഡൗൺ ആക്കണം. അടിയിൽ ഇറങ്ങുമ്പോൾ കുറച്ച് ഫോഴ്സിലാണ് വരുന്നത്. ഓ മാരകം 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 സെറ്റ്. സൗണ്ടൊക്കെ മാറിട്ടാ.
അമ്പാനെ ശ്രദ്ധിക്കുന്നു. സെക്കൻഡിലല്ലേ ഇത് ടെൻഷൻ ഇല്ല ബൈ, റിലാക്സ്. അല്ല ഇത് ടെൻഷനില്ലേ പോയി ഇടയ്ക്ക് ഗിയർ മാർക്കും അതെ നമുക്ക് നോക്കണ്ട ടെൻഷൻ അത് ടെൻഷൻ ആയിട്ടാണ്. ജയേഷ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ റോളിൽ കൊല്ലും. ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതെ നന്നായി. പതുക്കെട്ടോ, പതുക്കെ ലെഫ്റ്റ് കുടിക്കണേ. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇതില് നമ്മള് അത് ഒരാൾക്കാരുടെ ഇതാണ്. ഒന്നാമത്തെ കാര്യം ഒരാൾക്കാരുടെ സ്കില്ലാണ്. ചിലപ്പോൾ ജയേഷിൽ നന്നായി ഓടിക്കായിരിക്കും. രണ്ടാമത്തെ കേസ് നമ്മള് റോഡിൽ ഓടിക്കുന്ന സ്കീം ഇവിടെ വർക്കാവില്ല ആക്ച്വലി. അത് ടൈം എടുത്ത് റെഡി ആവണം ആക്ച്വലി. ആ പേടി മാറണം നമുക്ക് മെയിൻ ആയിട്ട്. പിന്നെ കൺട്രോൾ വരണം, പിന്നെ കുറച്ച് ടെക്നിക്ക് പഠിക്കണം. എല്ലാം കൂടെ റെഡി ആയി വരണം. ചെറിയൊരു ഡ്രൈവ് ചെയ്യിപ്പിക്കാം. ചെറിയൊരു ഏരിയ നമുക്ക് ഇങ്ങനത്തെ അല്ല, വീട്ടിന്റെ ഏരിയ അല്ല, നോർമൽ സാൻഡിൽ കൂടി ഇല്ലേ ഓടിച്ചു നോക്കിയിട്ട് അവന്റെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് കൊടുക്കായിരിക്കും നല്ലത്. അല്ല ഞാൻ ജയേഷിനോട് പറഞ്ഞു നിങ്ങൾ പഠിക്കാൻ, നിങ്ങൾ ഓടിക്കണമെങ്കിൽ ഓടിച്ചോ, പക്ഷെ നമ്മൾ ഡ്രൈവ് വണ്ണെന്ന് പറഞ്ഞ് പോയി അവരുടെ കൂടെ പോയി ഓടിക്കണം. ഒരു സമയം ഞാനും കൂടി വന്നിട്ട് ഓക്കെ ജയേഷാണ് ഓടിക്കണേ എന്ന് പറഞ്ഞിട്ട് പജീറോ വണ്ടിയാണ് ഫസ്റ്റ് ഡ്രൈവാന്ന് പറഞ്ഞിട്ട് പോവാം. അവൻ ഫുൾ ഓടിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല. അല്ലാതെ നമ്മളിപ്പോ ഞാനിപ്പോ കുറച്ച് ഡ്രൈവായി, പിന്നെ ആ ഡ്രൈവിന്റെ ഇടയിൽ ജയേഷ് വന്നിട്ട് ഞാൻ ഓടിക്കാൻ എന്താ അറിയോ, നിങ്ങളൊന്ന് തറവായി അതാണ് ബെറ്റർ. മാറി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആ പറ്റും, അതെ അതാണ് ബെറ്റർ ആക്ച്വലി. ഞാൻ എന്തായാലും അവനാന്റെ വണ്ടി അല്ലാതെ ഞാൻ ഇങ്ങനത്തെ സ്ഥലത്ത് റിസ്ക് എടുക്കില്ല. എന്റെ വണ്ടിയാണെങ്കിൽ എന്തും ചെയ്യും, ഉണ്ടാകും. പക്ഷെ വേറെ വണ്ടി എനിക്ക് കഴിയൂല. അത് റിസ്ക് ആണ് പോയി. ഞാനെപ്പോഴും ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. നമുക്കത് ഒരു ഇത് വരില്ല. നമുക്ക് തന്നെ ഇപ്പൊ എനിക്ക് ഈ വണ്ടി തന്നെ ഓടിക്കുമ്പോ ഇതാത് മാറണം ആക്ച്വലി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇതുണ്ട്, അതായത് നമുക്ക് വണ്ടി നാശം അത് നമ്മുടെ മൈൻഡിൽ ഓൾറെഡി എപ്പോഴും ഉണ്ടാവും. കാരണം ഞാനൊന്നും ഒരിക്കലും അങ്ങനത്തെ ഡ്രൈവിംഗ് ചെയ്യാത്ത ആളാ റോട്ടിൽ. അപ്പോ ആ ഒരു മൈൻഡാണ് നമ്മുടെ മൈൻഡിൽ ഇവിടെ വർക്ക് ആവുക. അത് റെഡി ആയി വരണം ആക്ച്വലി. ഞാൻ എന്റെ ബ്രെയിനിൽ നേരെ തിരിച്ചാ, റോട്ടിൽ ഭയങ്കര മാലിന്യായിരിക്കും. തോട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് പക്ഷെ എന്റെ വണ്ടിയാണെങ്കിൽ അതും നോട്ട് ചെയ്യണം. എന്റെ വണ്ടിയാണെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ഞാൻ ഓടിക്കാനല്ലേ, ഞാൻ പാടില്ല. ലോ ഗിയർ ഉണ്ടെങ്കിൽ എല്ലാവരും വണ്ടി നിർത്തി ലോ വേണ്ട, പിന്നെ ടൂ ഗിയർ ആവശ്യമുള്ളൂ. ലോ ഹൈയും എല്ലാം ഓഫ് ചെയ്തിട്ട് ടൂ ഗിയറിലേക്ക് മാറ്റണം. ഫൈനലി നമ്മുടെ ഓഫ് റോഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡൂൺസ് അത്യാവശ്യം നല്ല ചൂടായി, പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പോരാട്ടമായിരുന്നു. ഇവിടെ ഹൈ സാധനങ്ങളൊക്കെ കിട്ടിയ ടൈമിൽ ആൾ തന്നെ പറഞ്ഞു, നമ്മുടെ കൂടെയുള്ള ആളെന്ന് പറഞ്ഞു റിസ്ക് എടുത്ത് ട്രൈ ചെയ്യണ്ടെന്ന് പറഞ്ഞു. കാരണം കുറച്ച് ഡേഞ്ചറാണ് ഏരിയ. നല്ല സ്കില്ലുണ്ടെങ്കിൽ നടക്കുള്ളൂ. പിന്നെ നല്ല ധൈര്യമാണ്, മനക്കട്ടി നല്ലതും വേണം. അത് ഞാൻ എടുത്ത് പറയുന്നു, മനക്കട്ടി നല്ലതും വേണം. അമ്മയുടെ പിണ്ണത്തായാലും എവിടെ ഇരിക്കും. അപ്പം പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഞാൻ വണ്ടി ഫുള്ള് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫുള്ള് പൊടിയാണ്, ജഡ്ഡിൻ്റെ ഉള്ളിൽ വരെ പൊടിയാണ്. അപ്പൊ ആലോചിച്ചാൽ മതി എങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥയല്ലേ. ഞാൻ കാണിച്ചു തരാം, ഫുള്ള് കാണിച്ചു തരാം. നമ്മുടെ ശരീര അവസ്ഥ ആണെങ്കിൽ വണ്ടീന്റെ അവസ്ഥ എന്നല്ലേ ഞാൻ കാണിച്ചു തരാം. സത്യം അത്ര ഷൂവിന്റെ കാലണക്കാൻ പറ്റാ ടൈറ്റ് ആയി കിടക്കുക ഷൂ. ഞാൻ നൈസായിട്ട് ഷൂ ഊരിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഒരു വീട് പണിക്കുള്ള മണൽ അതിനകത്തുണ്ട്. എപ്പടി ഇருக்கு സീനാണ്. പക്ഷെ ഒരു രക്ഷയല്ല, മൂടായിരുന്നു മൂട്. മച്ചമാരെ നമ്മള് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മള് പൊട്ടിയൊക്കെ എടുത്ത് ക്ലീൻ ആക്കിട്ടോ. അതിനിടയ്ക്ക് ഞാൻ പിന്നെ അവരെ ആ ടീമിനൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി സംസാരിക്കാൻ പോയപ്പോൾ തിരിച്ചു വന്നപ്പോഴും ക്ലീൻ ആക്കി. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫുള്ള് പൊടിയാണ് ഇതിൻ്റെ ഉള്ളിൽ, AC-ൻ്റെ ഇതിൻ്റെ ഉള്ളിൽ, ഇതിൽ മൊത്തം ഫുള്ള്. എൻ്റെ ഷൂവിനകത്തൊക്കെ ഇതുണ്ടായിരുന്നു, സീറ്റിൽ എല്ലായിടത്തും പൊടിയായിരുന്നു. അപ്പോൾ ഡ്രൈവ് ചെയ്ത ആളോടെ നമുക്ക് ചോദിക്കാം ആളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയാം. അടിപൊളിയായിരുന്നു സംഭവം, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് രണ്ടാമത്തെ ഡ്രൈവ് ആയിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടാമത്തെ ഡ്രൈവ് ആയിട്ടുള്ളൂ. അന്ന് പോയേക്കാളും അതൊരു മാസം മുമ്പാണ് പോയത്. അപ്പോൾ അതിനേക്കാളും ഇപ്പോൾ ഭയങ്കര ചൂട് കൂടുതലാണ് ഇവിടെ ദുബായിൽ. പിന്നെ ഹ്യൂമിഡിറ്റിയും കൂടുതലാണ്. അപ്പോൾ സാൻഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അത് കാരണം ഫസ്റ്റ് ടൈം പോയേക്കാളും കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു ഇന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ. 2-3 പ്രാവശ്യം സ്റ്റക്കായി. പിന്നെ ഒരു പ്രാവശ്യം കുറേ ടൈം എടുത്തു റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ലീഡും പിന്നെ അതുപോലെ സപ്പോർട്ടും എല്ലാവരും നല്ല ഹെൽപ്പിങ് ആയിരുന്നു. അത് കാരണം കുഴപ്പമുണ്ടായില്ല. എല്ലാവരും ടീം വർക്കായിട്ട്, എന്തായാലും ഒരു ടീം വർക്കായിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പം നിങ്ങൾ എത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഒറ്റയ്ക്ക് ഡെസർട്ടിൽ പോകാൻ പറ്റില്ല. ഒരു ടീമായിട്ട് തന്നെ പോയി വരാൻ പറ്റുള്ളൂ. ആ ഡെസർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്.
അപ്പോൾ അങ്ങനെ ഒരു ടീമായിട്ട് തന്നെ അത് റിക്കവർ ചെയ്തു. പിന്നെയും 2-3 പേര് ചെറുതായിട്ട് സ്റ്റക്കൊക്കെ ആയിരുന്നു. അത് കുഴപ്പമുണ്ടായില്ല, എല്ലാവരും റിക്കവർ ചെയ്തു, കുഴപ്പമില്ലാതെ വന്നു. നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബിഗിനിങ് ആണ്. ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ 1-2 ഡ്രൈവ് കഴിഞ്ഞാൽ ഉടനെ പ്രോ ലെവലിൽ ഡ്രൈവിംഗ് ഒന്നും പറ്റില്ല ഓഫ് റോഡ് ഡെസർട്ടിൽ. അപ്പോൾ ആ ടൈം എടുത്തിട്ട് തന്നെ റെഡി ആവുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേശ്ശായിട്ട് ചെയ്യണം. എന്തായാലും നല്ലൊരു ഡ്രൈവ് ആയിരുന്നു. അമലെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. ഞാൻ ശരിക്കും കോ ഡ്രൈവർ ആയിരുന്നു. പുള്ളി അവിടെ കുഴിവായി അവിടെ അങ്ങോട്ട് തിരിച്ച് കയറുന്ന പുള്ളി ആചാരം കൺഫ്യൂഷൻ ആയി കൊണ്ടിരിക്കുന്നു. ആളെ പെടുത്തി ഞാനാട്ടോ അല്ലാതെ മുതലാളി. അപ്പോ എന്തായാലും അടിപൊളി. പിന്നെ സന്തോഷം, നല്ല ടയർഡായി. അപ്പോൾ ഒന്ന് ഇറങ്ങി കുളിച്ച് സെറ്റായിട്ട് ഇതാകണം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കാണാം. ബൈ.